വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിൻ്റെ ക്ലാരിറ്റിയുമായിട്ടാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ അവർ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ടായിരിക്കുമോ ചിന്തിക്കുന്നത്, ഈവൻ നല്ലൊരു റിലേഷൻഷിപ്പിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു സ്റ്റക്നെസ് വരുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വരാം, എന്തായിരിക്കും അവരെന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈവൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ആണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 2 പൈലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പൈലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമുക്ക് കോൺഫിഡൻസ് തരും, അതുപോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടൻസിനും ഇത് നമ്മളെ സഹായിക്കും. ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അത് എന്ത് രീതിയിലുള്ള പ്രൊട്ടക്ഷനിൽ നിന്നും നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. ബട്ട് ബ്ലാക്ക് മാജിക് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ടെർമലിനോ പൈറൈറ്റിനോ തന്നെ പോവുക. അല്ല, ഓവറോൾ കൈൻഡ് ഓഫ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ. നല്ലൊരു കോംബോ ആണിത്. ആൻഡ് സെക്കൻഡ് പൈലായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഐ തിങ്ക് റെഡ് ജാസ്പർ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഭയങ്കര എനർജി നമ്മളിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന കൈൻഡ് ഓഫ് ക്രിസ്റ്റലാണ്. നമ്മുടെ ഇതൊരു മെറൂണിഷ് ഓറഞ്ചിഷ് കളറാണ് ഈ ഒരു സ്റ്റോൺ വരുന്നത്. റൂട്ട് ചക്രയെ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്ക് സ്റ്റെബിലിറ്റി തരുന്ന ഒരു ഇതാണ് റെഡ് ജാസ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ട്. ഇപ്പം നമുക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരാളില്ല എന്നൊക്കെ ഒരു പ്രശ്നം വരുമല്ലോ, അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടും അങ്ങനെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ ആ ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കിട്ടാനും ആൻഡ് നമ്മുടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെങ്ത് തരാനും അങ്ങനെയുള്ള ഹീലിംഗ് പ്രോപ്പർട്ടീസും ഉള്ളതാണ് റെഡ് ജാസ്പർ എന്ന് പറയുന്നത്. ഭയങ്കര ഹൈ വൈബ്രേഷൻ എനർജി ഉള്ള ക്രിസ്റ്റലാണ്. ഒത്തിരി ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ബട്ട് റെഡ് ജാസ്പർ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി, നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഒരു സ്റ്റേബിൾ എനർജി തരാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോലെ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനർജിയിൽ നമ്മളെ കൊണ്ട് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്രിസ്റ്റലാണ് റെഡ് ജാസ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്റ്റോൺ സെൻസ് എലഗൻസ് എന്ന സൈറ്റിൽ പോവാം, അല്ലെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഫർദർ മോർ നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. ആൻഡ് നമുക്ക് എനർജൈസ്ഡ് ചാർജ്ഡ് ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു 2 ബ്രേസ്ലെറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ സമയം എന്താണ് ചിന്തിക്കുന്നത്. ഗൈസ്, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. സോ നിങ്ങൾ എപ്പോഴാണോ ഇത് ഓപ്പൺ ആക്കുന്നത് അപ്പോഴത്തെ ആ ഒരു ടൈം പീരിയഡുമായിട്ട് ഇത് റെസൊണേറ്റ് ആകും. Hierophant and 10 of Cups and Handman. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ട്, അഥവാ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം ഉണ്ട്. ആൻഡ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രസൻ്റ്ലി മേ ബി ആദ്യം ഉണ്ടായിരുന്ന പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന പോലുള്ള ഒരു വൈബ്രേഷൻ ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വൈബ്രേഷൻ ഈ ഒരു പേഴ്സൺ തൽക്കാലം നിർത്തി. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേഷന് ഒരു പേഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒന്ന് പമ്മലാക്കി എന്നാണ് എനിക്ക് കാണുന്നത്. അതായത് അത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പേഴ്സൺ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ മേ ബി മുമ്പുണ്ടായിരുന്ന പോലെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആകുന്നില്ല എന്നതാണ്. ആൻഡ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ അറിഞ്ഞുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ലോ, അതായത് നമ്മൾ വിചാരിക്കുന്ന അത്രയും എക്സൈറ്റഡ് എനർജി നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് വരണ്ട, അറിഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് പതിയെയാക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കും അത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫസ്റ്റ് പൈൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യും കേട്ടോ. ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എനിക്കറിയില്ല, നിങ്ങളുടേതായിട്ടുള്ള സിറ്റുവേഷൻ കാരണമായിരിക്കാം, പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്താണെന്നോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരിക്കാം, ആ ഒരു സാഹചര്യത്തിലായിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷനെ ഒബ്സർവ് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്തിനി ഗുണകരമായിട്ടുള്ള സ്റ്റെപ്പ് എന്താണോ അത്
പതിയെ എടുക്കാം, ഇപ്പം നമുക്ക് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ സ്ലോവും കോഷ്യസും സൂക്ഷിച്ചും മുന്നോട്ട് പോകാം എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഫോർ ഷുവർ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു പേഴ്സൺ ഈ ഒരു പെർട്ടിക്കുലർ നിമിഷം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈവൻ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. മേ ബി ഈ ആവശ്യപ്പെട്ട കാര്യം കണ്ടോ, മേ ബി ഇതായിരിക്കാം യൂണിയനോ മാരേജോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ, ഈ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഈ പേഴ്സണ് നടത്തിത്തരാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു പേഴ്സൺ കണ്ടോ മനഃപൂർവ്വം ഒരു സ്റ്റക്ക് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഭയങ്കര സ്നീക്കി എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലായിരിക്കാം. അവരത് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കുന്നുണ്ടറിയാം. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്നുണ്ട്. നിങ്ങളുടെ ബാക്കിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു എനർജി. നിങ്ങൾ വിചാരിക്കും അവർ നിങ്ങളെ കെയറേ ചെയ്യുന്നില്ല, കാണുന്നേ ഇല്ല, മിണ്ടുന്നേ ഇല്ല, നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നേ ഇല്ല എന്ന്. പക്ഷെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒബ്സർവ് ചെയ്യാണ്, വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ എവിടെ പോയാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന നിങ്ങളുടെ കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു എനിക്കൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ഇത് കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയില്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് കോട്ടമുണ്ടാകും. കാരണം ബോട്ടം ഓഫ് ദി ഡെക്കിൽ കണ്ടോ 6 ഓഫ് സോർഡ്സ് എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് വേണം. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെതായിട്ടുള്ള ഡെസിഷൻ മേക്കിംഗ് അനുസരിച്ചിരിക്കും ഇതിലെ ബാലൻസ് ഇല്ലായ്മയും. അപ്പൊ അതിൽ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അതിന്റെ ഈ ഒരു പേഴ്സൺ എന്ത് ഔട്ട്കം പറയും എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ തീരുമാനം തെറ്റായി പോയാൽ പരിണിത ഫലവും എനിക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നൊരു കൈൻഡ് ഓഫ് സോണിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇനിയും കാണിച്ചിട്ട് നോക്കാം. Three of Wands energy, death and rebirth energy, Queen of Cups energy. ഓക്കെ, ഈ ഒരു പേഴ്സണ് നിങ്ങളടുത്ത് സ്നേഹമുണ്ട്, വളരെയധികം ഇഷ്ടമൊക്കെ ഇവർക്കുണ്ട്. ഓക്കെ, ബട്ട് എനിക്കൊരു 4 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ നേരമായിട്ട് എനിക്കൊരു 4 ഓഫ് കപ്സ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു 4 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ അത് തന്നെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടുകയും ചെയ്തു 4 ഓഫ് കപ്സ് എനർജി. അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സംശയിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സണെ സംശയിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ സംശയിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളിതിന് ആപ്റ്റാണോ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള എന്തോ സൈഡിലെ പ്രോബ്ലം കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയാണ് തെറ്റ്, നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയാണ് ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ. കുറച്ച് നാൾ ഡിസ്റ്റൻ്റ് ആയിരിക്കും, കുറച്ച് നാൾ വഴക്കുണ്ടാക്കാൻ. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓവറോൾ ഈ ഒരു പേഴ്സൺ ഒരു ഫയർ സൈനോ വാട്ടർ സൈനോ ആണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഡൗട്ട് ഉള്ളതുപോലെ, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ എന്തോ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട്. മേ ബി അത് കാരണം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു ഡൗട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലോയൽ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, ഫ്രണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എത്രത്തോളം ട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ റീസെൻ്റ്ലി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പേഴ്സണെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള പരിചയപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു പേഴ്സണെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു ജലസി മൈൻഡഡ് ആയിട്ട്. ക്യൂൻ ഓഫ് കപ്സിന് ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അതായത് നമ്മുടേത് മാത്രമാണ്, വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല. ആ ഒരു കൈൻഡ് ഓഫ് എനർജി ഉണ്ടാകും ക്യൂൻ ഓഫ് കപ്സിന് എപ്പോഴും. അപ്പം അങ്ങനത്തെ എനർജിയിലൊക്കെ ഈ ഒരു പേഴ്സൺ പോകുന്നതായിട്ട്, മെയിൻലി ഈ ഒരു ഇതിൽ എൻ്റേത് മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റേത് മാത്രമായിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേണ്ട, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് ഈ ഒരു പേഴ്സണ് മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിരിക്കാം ഒരു സംശയത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഹൈലി ഒബ്സർവിങ് എനർജിയും. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കും നിങ്ങൾ മിറർ ചെയ്യുന്നുണ്ടായിരിക്കാം. ബിക്കോസ് നിങ്ങളുടെ കണക്ഷനൊക്കെ നല്ലതാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പരസ്പരം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യുന്നതെന്ന് ആ ഒരു ക്യൂരിയോസിറ്റി, അപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമാണ്. ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉള്ളിലും അത് വളരെയധികം ഭയങ്കരമാണ്. ആൻഡ് ഇത്രയും ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇച്ചിരി മെച്ചുവറായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇച്ചിരി ബൗണ്ടറീസ് വെച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓൾറെഡി എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള ത്രോട്ട് ചക്ര ഭയങ്കര എന്താണ് ബ്ലോക്കാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ ഒന്നുകിൽ നേരിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് നേരെ ചൊവ്വേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കും. നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ടർക്കോയിസോ ലാപ്പിസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്വാമറൈനോ പോകാം. അക്വാമറൈനാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ. ഇനി അതൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ അമെഥസ്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ത്രോട്ട് ചക്ര ഒന്ന് ബ്ലോക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, ത്രോട്ട് ചക്ര ബ്ലോക്ക് നിങ്ങൾക്കാണെങ്കിൽ മാറ്റിയെടുക്കുക. കാരണം അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലും നിങ്ങളുടെ വാട്ടെവർ ഏത് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഒക്കെ അതിനെ ബാധിക്കും. സോ ത്രോട്ട് ചക്ര എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ക്ലെൻസ് ചെയ്യാതെ റെഡിയാക്കി വെക്കുക. അതിന് നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്, യോഗ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ബിക്കോസ് വൺസ് ത്രോട്ട് ചക്ര ക്ലിയർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് നിസ്സാരമായ ഒരു ജോക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചോ, അതുപോലും അയാൾക്ക് സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ ത്രോട്ട് ചക്ര ക്ലിയർ അല്ലാത്തവരാണ് ഈ നമ്മൾ പറയില്ലേ, നേരെ സംസാരിക്കാൻ അറിയത്തില്ല, എവിടെ എന്ത് പറയണമെന്ന് അറിയത്തില്ല, നീ ആ പറഞ്ഞത് റോങ് ആയിപ്പോയി, അല്ലെങ്കിൽ നീ സംസാരിക്കുന്നത് വളരെ റൂഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ വരില്ലേ. അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അവർ കളിയായിട്ട് സംസാരിച്ചാലും നമുക്കതിനെ കളിയായിട്ട് എടുക്കാൻ പറ്റാതെ വരിക, നമ്മളത് സീരിയസ് ആയിട്ട് മനസ്സിൽ കൊണ്ടെടുക്കുക. ഇതൊക്കെ നമ്മുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് മാറ്റിയില്ലെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അനലൈസ് ചെയ്താൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഞാൻ കാർഡ്സ് എടുത്തു. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ ഒരു ഹാപ്പി മൂഡിലായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള സമയമായിരിക്കാം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മേ ബി ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫാമിലിയുമായിട്ടുള്ള കാര്യങ്ങൾ, ഗോസിപ്പ് നിങ്ങളെക്കുറിച്ചല്ല, പക്ഷേ സാധാരണ ഫാമിലിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് സംസാരിക്കില്ല, ആ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷനിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. പക്ഷേ പിന്നിൽ ആ ഒരു പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ നിങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതായത് മേ ബി ആ ഒരു പേഴ്സൻ്റെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നതോ അല്ലെങ്കിൽ മേ ബി എവിടെയെങ്കിലും മാറി താമസിക്കുന്ന കൈൻഡ് ഓഫ് രീതിയെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ സംസാരിക്കുന്നുണ്ടായിരിക്കും. മേ ബി നിങ്ങളായിരിക്കാം പുറത്ത് പറയുന്നില്ലെങ്കിലും മേ ബി നിങ്ങളുടെ അടുത്ത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പീരീഡ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് കൊണ്ടുള്ള സംശയമോ, മീൻസ് കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയയിൽ എന്തോ കണ്ടത് കൊണ്ടുള്ള സംശയമോ ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഐ തിങ്ക് അതിനൊക്കെ ഒരു ക്ലാരിറ്റി നേടാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു എനർജി ഇതിനകത്ത് കാണുന്നു. പക്ഷേ എവിടെയൊക്കെയോ ഇല്ലെങ്കിൽ വേണ്ട എന്നൊരു റെസ്ട്രിക്റ്റഡ് എനർജിയും എനിക്ക് കാണുന്നുണ്ട്. ഒന്നുകിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റും ഇയാൾ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, ആൻഡ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം കേട്ടോ ഈ ഒരു പേഴ്സൺ എത്രത്തോളം സോഷ്യൽ മീഡിയ നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു കണക്ഷനിൽ നല്ലതുണ്ടാകണം, ഗുഡ് മെമ്മറീസ് ഉണ്ടാകണം. യെസ്, നമ്മളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് പറഞ്ഞേ ഉള്ളൂ, 10 of Wands ആയിട്ട്. അപ്പോൾ ഒരു ഗുഡ് മെമ്മറി ഇതിനകത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് ഫൈനൽ ആകണം, അല്ലെങ്കിൽ ഇതിനൊരു പോസിറ്റീവ് വൈബ് കിട്ടണം എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു ഡൗട്ട് കയറി പറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു. ആദ്യം ഈ പേഴ്സൻ്റെ ഉള്ളിലുള്ള ഡൗട്ടുകളെല്ലാം ഡൗട്ട് തന്നെയാണല്ലോ അല്ലേ എന്ന രീതിയിൽ ക്ലിയർ ചെയ്തതിന് ശേഷം മുന്നോട്ട് ഹെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ അത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ വേണം, അല്ലെങ്കിൽ തനിക്ക് അനുയോജ്യമായ ഒരു വ്യക്തി തന്നെയാണോ ഇത്, അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണോ പൂർണ്ണമായിട്ട് എന്നൊരു രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങളെ ഇഷ്ടമാണെങ്കിലും ആ ഒരു ഗേറ്റ് വേ കിട്ടുമോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ആപ്റ്റാണോ എന്നുള്ള രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് നിങ്ങൾ ആപ്റ്റാണോ, നിങ്ങളുടേതായിട്ടുള്ള സ്വഭാവം എങ്ങനെയാണ്, നിങ്ങൾ ലോയൽ ആയിരിക്കോ, ട്രസ്റ്റ് വർത്ത് ആയിരിക്കോ, പാഷനേറ്റ് ആയിരിക്കോ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറും ടൈം പാസിന് വേണ്ടിയിട്ടാണോ, അതോ നിങ്ങളും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എനർജിയിലാണോ, നിങ്ങൾക്കും ഇത് വേണമെന്നാണോ എന്നൊരു രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡെസിഷൻ എടുക്കാൻ സമയം വേണം. ഐ തിങ്ക്
ആൻഡ് നിങ്ങളെക്കുറിച്ച് ഇവർ ഒത്തിരി ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം, സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വയം നിങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ ആയിരിക്കും അല്ലേ, അങ്ങനെ ആയിരിക്കും അല്ലേ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ണാടിയിൽ നോക്കി പലപ്പോഴും ഇവർ നിങ്ങളെക്കുറിച്ച് നിങ്ങളാണത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി നിങ്ങളോട് പ്രസൻ്റ്ലി ഇവർ ചാറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ബാക്കി കാണുന്ന എല്ലാത്തിനോടും നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയും ആകാം കേട്ടോ. ആൻഡ് ഓൾസോ ഇതിനകത്തു നിന്നുള്ള ഫീലിങ്സിൽ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്, അല്ലെങ്കിൽ എവിടെയൊക്കെയോ വളരെ സ്റ്റേബിൾ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഹി ഓർ ഷീ നിങ്ങൾ ആരുമായിട്ടാണോ ഡീൽ ചെയ്യുന്നത് അവരുടെ എനർജി ഭയങ്കര ലോ ആയിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അവർക്ക് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ, നിങ്ങളുടെ ലവ് വൈബ്രേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്ട് എവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ആ വൈബ്രേഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കാണിക്കുന്നുണ്ട്. ആരോ ഒരാൾ ഇതിനകത്ത് അൺസാറ്റിസ്ഫൈഡ് ആണ്. മറ്റൊരാൾ വിചാരിക്കുന്നു ഇത്രയും കൊടുത്താൽ മതി, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലല്ലോ. മറ്റൊരാൾ പറയുന്നു ഞാൻ ഇത്രയും കൊടുത്തിട്ടും എനിക്ക് ഒരു 5% പോലും തരുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു ഡൗട്ട്ഫുൾ എനർജിയിലാണ് പലപ്പോഴും നിൽക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ഹെവി മിസ്സിങ് എനർജിയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഈ ഒരു പേഴ്സണ് നിങ്ങൾ മിസ് ചെയ്യുന്നില്ല എന്നതല്ല, പക്ഷേ അത്രത്തോളം ഹെവി എനർജി. ബിക്കോസ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തൻ്റെ ബന്ധുക്കാരോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ സറൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാളില്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്തേക്ക് പോയി സംസാരിക്കാനുള്ളൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഈ ഒരു പേഴ്സണ് അവൈലബിൾ ആയതുകൊണ്ട് നമ്മുടെ അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സണില്ല. ഇപ്പോൾ നിങ്ങളുടെ കണക്ഷൻ നോർമൽ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കും. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അങ്ങനെ അവൈലബിൾ ആവാറില്ലായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒത്തിരി മിസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പേഴ്സൺ മാത്രം തന്നെ മിസ് ചെയ്യാറുണ്ട്. ബിക്കോസ് അവരുടെ ചുറ്റും കണ്ടോ ആൾക്കാർ അവൈലബിൾ ആണ് അവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്, സറൗണ്ട് ചെയ്തിരിക്കുകയാണ് അവർ അവരുടെ ലൗഡ് വൺസുമായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോകുന്നത് എവിടെയാണ്, നിങ്ങൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ്, ആരൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്നും സംസാരിക്കേണ്ട, നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവണം, അവരുടേതായിട്ട് മാത്രം നിങ്ങളായി തീരണം എന്നുള്ള കൈൻഡ് ഓഫ് ചിന്തകളൊക്കെ ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടോ അതൊക്കെ എന്താണ്, നിങ്ങൾ അവരോടൊക്കെ എന്താണ് സംസാരിക്കുന്നത്, ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ ചികഞ്ഞു നോക്കാനേ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെ ഫീലിംഗ് ഉണ്ട് എനിക്ക്. ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സൺ ഇങ്ങനൊരു പൊസസീവ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ മേ ബി അസൂയ എന്ന് തന്നെ പറയാം. നിങ്ങൾ ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ്, ആ ഒരു പേഴ്സണ് കിട്ടുന്നില്ല. ആൻഡ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പേഴ്സൺ ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ബിസിയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ചുറ്റും സറൗണ്ടഡ് ആയിട്ടുള്ളത് അതിനേക്കാൾ കൂടുതൽ തനിക്ക് അവൈലബിൾ ആണ് എന്നുള്ള ആ ഒരു പൊങ്ങച്ചം എന്ന് പറയാം, അത് കാണിക്കാൻ എപ്പോഴും ഈ ഒരു പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കും ഇതൊക്കെ പോസിബിൾ ആണ്, എനിക്കും ഇതൊക്കെ അവൈലബിൾ ആണ് എന്ന രീതിയിലുള്ളൊരു സോണിൽ, അല്ലെങ്കിൽ എനിക്കിതൊന്നും അവൈലബിൾ അല്ല, എനിക്കിതൊക്കെ അവൈലബിൾ ആക്കിയിട്ട് നിൻ്റെ അടുത്തേക്ക് വരാം എന്നൊരു എനർജിയും ആയിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഐ തിങ്ക് ഓവർ തിങ്കിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു പേഴ്സൺ ഓവർ തിങ്കിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ അവരെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിച്ചു, അല്ലെങ്കിൽ അവർ ചിരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു കാണാൻ, നല്ലതായിരുന്നു, നിങ്ങളുടെ അപ്രോച്ച് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ അവർ നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക, അങ്ങനത്തെയൊക്കെയുള്ള, അല്ലെങ്കിൽ അവരെ കാണാൻ ഭംഗിയുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇതിലൊരു ചൈൽഡിഷ് ആയിട്ടുള്ള ചിന്താഗതി ഇല്ലേ നമ്മുടെ പ്രണയത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് പീക്കിൽ നമുക്ക് വരുന്നൊരു ചൈൽഡിഷ് ചിന്താഗതിയൊക്കെയാണ് ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ പലപ്പോഴും വരുന്നത്. ജലസി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കര സീക്രട്ടീവായിട്ട് വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ മേ ബി ആരുടെങ്കിലും നമുക്ക് ഈ ഒരു പേഴ്സൺ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ഇതിനെക്കുറിച്ച്. സോ ഒത്തിരി ആൾക്കാരെ അറിയുന്നതിനോട്, ഇപ്പം തൻ്റെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികൾ 1-2 ആൾക്കാരെ അറിയുന്നത്, അല്ലെങ്കിൽ ചുരുക്കം ആരും അറിയണ്ട എന്നൊക്കെ കൈൻഡ് ഓഫ് രീതിയിലുള്ളൊരു ചിന്ത ഈ ഒരു പേഴ്സൺ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡായി പോയത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആകാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് വെക്കുന്നത്. ആൻഡ് ഇങ്ങനൊരു ഫീലിംഗ് കൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ വിഷ്വലൈസ് ചെയ്ത് ഒരു ഫാൻറ്റസിയിൽ
ജീവിതം നമ്മളിങ്ങനെ ഇപ്പം ഇരുന്ന് ചിന്തിക്കില്ലേ, കല്യാണം കഴിഞ്ഞു, നമ്മൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി അതായി ഇതായി എന്നുള്ള ഫാൻറ്റസിയിൽ ജീവിക്കുന്നതല്ലാണ്ട് പലപ്പോഴും ആക്ഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ മേ ബി ഈ ഒരു എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളൊരു കണക്ഷൻ പോസിബിൾ ആകുമോ ഇല്ലയോ എന്നതൊക്കെ ഈ ഒരു പേഴ്സൺ വളരെ പേടിയായിട്ട് തോന്നുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം അത് മെറ്റീരിയലിസ്റ്റിക്കലി ഇത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്താണ്, ഇരുന്ന് സ്വപ്നം കാണാൻ എന്ത് രസമാണ് എന്നൊരു രീതിയിലൊക്കെ ഒരു കൺസെപ്റ്റ് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ഓവറോൾ ഈ ഒരു പേഴ്സൺ ഇതിനകത്തൊരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. പക്ഷെ അവർ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആരടുത്ത് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം, ആരായിരിക്കും ഇതിനൊരു നല്ലൊരു വേ കണ്ടുപിടിച്ച് തരാമെന്ന് ചോദിച്ചാലും ഈ ഒരു പേഴ്സൺ അറിയില്ല. പലപ്പോഴും ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണ്. അതുപോലെ മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ യൂണിയൻ വേണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കൺക്ലൂഷൻ ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ മാരേജ് വേണമെന്നോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം സ്റ്റക്കാണ്. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ ശരിയായിട്ടുള്ള രീതി എന്തായിരിക്കും എന്നൊന്നും അറിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടിലാണ് ഈ ഒരു പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അതിനകത്ത്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ തിരിച്ച് ഈ ഒരു പേഴ്സൻ്റെ ഊഴമായി ഇപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചു തരാൻ, എങ്കിൽ അത് തിരിച്ചു തരാൻ പറ്റാത്തൊരു സ്റ്റക്ക് എനർജിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ പ്രസൻ്റ്ലി നിൽക്കുന്നുണ്ടാവുക. ബട്ട് എനിക്ക് മനസ്സിലായത് വൺസ് ഈ ഒരു പേഴ്സൺ ഒരു കൺക്ലൂഷനിൽ എത്താണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുകയാണെങ്കിൽ ഹി ഓർ ഷീ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ലവിങ് എനർജിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. ഇത്രത്തോളം ഒരു കണക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളോട് എന്തൊക്കെയോ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്, നിങ്ങൾ അവരുടേതാകണം എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സണെ മനസ്സിൽ എവിടെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രത്തോളം സെൻസിറ്റീവായിട്ട് അയാൾ അല്ലെങ്കിൽ ഹി ഓർ ഷീ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ, അയാളുടെ സ്റ്റക്ക് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തീരുമാനങ്ങൾ അവർ കുറച്ചും കൂടി ക്വിക്കായിട്ട് എടുക്കും. പക്ഷെ നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കുന്നില്ല, നിങ്ങൾ മനഃപൂർവ്വം ഇവരെ നട്ടം തിരിയിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവർ തന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എന്താണെങ്കിലും ക്വിക്കായിട്ടുള്ളൊരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു പേഴ്സൺ വൺസ് ഡെസിഷൻ എടുക്കുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡെസിഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈവൻ നമ്മുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയാൽ പോലും നമ്മുടെ ഓർമ്മ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല. എപ്പോഴും നിങ്ങൾക്കും ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എവറി ടൈം എവറി സെക്കൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന ഇമോഷനാണ് കാണുന്നത്. സോ നിങ്ങളുടെ കണക്ഷൻ ഇപ്പോൾ ചിലപ്പോൾ ലെസ് കോണ്ടാക്ട് ആയിരിക്കും, ചിലപ്പോൾ നോ കോണ്ടാക്ട് ആയിരിക്കും, ചിലപ്പോൾ നല്ലൊരു വൈബ്രേഷനിൽ പോകുന്ന കണക്ഷൻ ആയിരിക്കും. എന്താണെങ്കിലും റെസോണേറ്റ് ആകും. ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്ന എനർജി കാണുന്നുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് മെസ്സേജും കൂടി എടുത്ത് നോക്കാം. ബിക്കോസ് എപ്പോഴും മിസ് ചെയ്യുന്നു എന്ന ഭയങ്കരമായ എനർജി കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്നും കൂടി അറിയണ്ടേ അല്ലേ? ഓക്കെ, യു ആർ മോർ ദാൻ എ ഫ്രണ്ട് ടു മീ. ഒരു ചങ്ങാതിയേക്കാളും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വൈബ്രേഷനേക്കാൾ മുകളിലാണ് നീ എന്ന് പറയുന്നത്. നിന്നോട് പല കാര്യങ്ങളും തുറന്ന് എനിക്ക് സംസാരിക്കാൻ സാധിക്കും. മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പം എനിക്ക് നിന്നോട് ഫീൽ ചെയ്യുന്നുണ്ട്. നീ എന്നത് ഫ്രണ്ടിനേക്കാൾ ഉപരിയാണ്. എന്നാൽ അതായത് ഏതൊരു റോളിലും ആപ്റ്റ് ആകുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ലൈഫിൽ നിങ്ങൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഓവർ പ്രൊസസീവ് ആയിരിക്കും. നിങ്ങളെ നഷ്ടപ്പെട്ടാൽ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. കുറച്ചൊക്കെ ഒരു സെൽഫിഷ്നെസ് കൂടിയ ഇമ്മച്വർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് കണ്ടോ, ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. ഓക്കെ, ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ഓൾറെഡി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ വളരെ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ഇമോഷൻ എന്താണെന്ന് അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് അത് ഓപ്പൺ അപ്പ് ആവാനോ നമ്മളത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ട്രൂ ഫീലിങ്സ് എന്താണെന്നും അല്ലെങ്കിൽ ഇന്നതാണ് പ്രശ്നം എന്ന് അയാൾക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല. ബിക്കോസ് അയാളുടെ ത്രോട്ട് ചക്ര ബ്ലോക്കാണ്. പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അയാൾക്കത് സാധിക്കുന്നില്ല. ഓക്കെ, നിന്റെ കൂടെ ഉള്ള ദിവസങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ദിവസം. യെസ്, അതവർ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വാണ്ട് ടു ഡേറ്റ് യു. യെസ്, നിങ്ങളുമായിട്ട് പുറത്ത് പോകാനും എൻജോയ് ചെയ്യാനും അവർ താല്പര്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നിമിഷം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഐ വിൽ മാരി യു, പ്ലീസ് വെയിറ്റ് ഫോർ മീ. കണ്ടോ, ഈ ഒരു പേഴ്സണ്
ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി വേണം, ഫൈനലൈസ്ഡ് ആയിട്ടൊരു ഡെസിഷൻ എടുക്കണം എന്നുള്ള താല്പര്യമുണ്ട്. പക്ഷെ അയാളുടെ സാഹചര്യങ്ങൾ കൊണ്ട്, അയാളുടെ കൺഫ്യൂഷൻ കൊണ്ട് ആപ്റ്റ് ആയിരിക്കുമോ ഇല്ലയോ, മേ ബി മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ എന്തായാലും ഒരു സംശയം കൂടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാനാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത്. പക്ഷെ വൺസ് ഈ ഒരു പേഴ്സൻ്റെ ഒബ്സർവേഷനിൽ നമ്മൾ ഓക്കെ ആണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നമ്മളുമായി ഡേറ്റിന് വരാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാനുള്ള താല്പര്യവും അതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തി ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ തൽക്കാലം ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു കണക്ഷനിൽ ജസ്റ്റ് ഒരു പോസ് ഇട്ടിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈവൻ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഗോസിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. സോ ആ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ നിന്ന് കൊടുക്കുക എന്നതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ഒരു പേഴ്സണെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് പറയുള്ളൂ. ഇപ്പോൾ ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിൽക്കുന്നെങ്കിലും കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉള്ളൊരു നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പിൽ ഒരാളെ കിട്ടും. ആൻഡ് ആ ഒരു പേഴ്സൺ മേ ബി നിങ്ങൾ ഇമോഷണലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ സാഡ് ആണോ, ഹാപ്പി ആണോ, നോർമൽ ആണോ, മൂഡ് സ്വിങ്സ് ഉണ്ടോ എന്ന രീതിയിൽ ചിന്തിക്കാൻ ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നു. ഓക്കെ, പക്ഷെ ഓവറായിട്ട് നിങ്ങൾക്ക് ഇൻവോൾവ് ആകുന്നില്ല. കാരണം എപ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയാത്തത് കൊണ്ട് ഓവറായിട്ട് അവർ നമ്മളടുത്ത്, അതായത് നമ്മളെ പരിചയമുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളടുത്ത് ഇഷ്ടമുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ആ ഒരു ട്രൂനെസ് കാണിച്ചാൽ നിങ്ങൾ അവരെ ഇട്ടേച്ച് പോകുമോ എന്നൊരു പേടിയായിരിക്കാം. എന്തൊക്കെയോ പേടി ഒരു പേഴ്സന്റെ മനസ്സിൽ കിടന്ന് ഉരുണ്ട് മറിയുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിലും എനർജി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ ആ ഒരു പേഴ്സണെ ചേസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ ഒരു പേഴ്സൺ ആണ് നിങ്ങളെ ചേസ് ചെയ്യുന്നത്. ഇപ്പോഴും ചേസ് ചെയ്യുന്നുണ്ട്, പണ്ടും ചേസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ പ്രിട്ടൻഡ് ചെയ്യുന്നുണ്ട് ഞാനല്ല ചേസ് ചെയ്യുന്നത്, നീയാണ് എൻ്റെ പിറകെ നടക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പിറകെ നടക്കുന്നത്. ആൻഡ് എപ്പോഴും നിങ്ങളുടെ പ്രസൻസ്, എപ്പോഴും നിങ്ങളുടെ അഫെക്ഷൻ അവർക്ക് വേണം. അവർ നിങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും നിങ്ങൾ എപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം എന്ന കൈൻഡ് ഓഫ് സോണിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഹോപ്പ് ഇറ്റ് റെസൊണേറ്റ്. നിങ്ങൾക്ക് ഫർദർ മോർ ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻസ്, ഫീലിങ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ അട്രാക്ട് ചെയ്യാൻ, മണി, വെൽത്ത് അട്രാക്ട് ചെയ്യാനുള്ള കൈൻഡ് ഓഫ് ജ്വല്ലറീസ്, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലയിൽ കാണാൻ വരും. ബൈ ഗൈസ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, അവർ നിങ്ങൾക്ക് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള റീഡിങ് നമുക്ക് നോക്കാം. അവർ മെയിൻലി അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, എന്ത് കൈൻഡ് ഓഫ് എനർജിയിലാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാണിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. ആ ഒരു വൈബ്രേഷനിൽ തന്നെ നിൽക്കുക കേട്ടോ. ഓക്കെ, ദ എംപ്രസ് എനർജിയാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഓക്കെ, 9 ഓഫ് സോർഡ്സ് എനർജി. ഓക്കെ, 5 ഓഫ് ഓക്കെ, പേജ് ഓഫ് കപ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് പൈൽ നമ്പർ 2 നിങ്ങളുടെ വൈബ്രേഷൻ നല്ലതല്ല, നല്ല രീതിയിലല്ല വന്നത്. ആൻഡ് മേ ബി നിങ്ങൾ പ്രസൻ്റ്ലി ഒരു ടോക്സിക് വ്യക്തിയുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുണ്ടാവുക. കാരണം യാതൊരുവിധ ഗുണവും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മേ ബി കിട്ടുന്നില്ല. നിങ്ങൾക്ക് മനസ്സമാധാനക്കേടെ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ വളരെ നല്ലതായിരുന്നു, പക്ഷെ ഈ ഒരു ഇടയായിട്ട് അല്ലെങ്കിൽ റീസെൻ്റ്ലി ആയിരിക്കാം നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച് ആയി, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ പോകില്ല എന്ന് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാൾ ഈ ഒരു കണക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യവും ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിന് എന്താണോ ആഗ്രഹിച്ചത് അതൊന്നുമല്ല ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ട് വെക്കുന്നത്. അല്ലാതെ നമുക്ക് എന്ത് വേണമെന്നോ, നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്നോ ഒന്നും ഈ ഒരു പേഴ്സൺ കൺസിഡർ ചെയ്യുന്നില്ല. പലപ്പോഴും ആ ഒരു പേഴ്സൻ്റെ പ്ലഷറിന് വേണ്ടി ആ ഒരു പേഴ്സൺ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എനർജി ഉണ്ട്, ലവ് എനർജി ഉണ്ട്, ബട്ട് ഒരു
ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു പേഴ്സൺ വളരെ അബണ്ടൻ്റ് ആയിരിക്കാം. ആ ഒരു പേഴ്സൺ മേ ബി 6 വൈബ്രേഷനിൽ നിൽക്കുന്ന ആളായിരിക്കാം. എനിക്ക് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണ് ലോട്ട് ഓഫ് ആൾക്കാർ അവൈലബിൾ ആണ് ചുറ്റും. അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്നത് മേ ബി അവർക്കൊരു ഓപ്ഷൻ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പേഴ്സൺ വരുന്നതിന് മുമ്പ് ഐ തിങ്ക് ലോട്ട് ഓഫ് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം കൈൻഡ് ഓഫ് 5 ഓഫ് വോൺസ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മേ ബി നിങ്ങൾക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങളുടെ ലൈഫേ ഡിസ്ട്രോയ് ആയി. അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിരുന്ന നിങ്ങൾ ടോട്ടലി ഇംബാലൻസ്ഡ് ആയി. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ വന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇത് എത്ര ആൾക്കാർക്ക് റെസണേറ്റ് ആകും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബിക്കോസ് ഇറ്റ്സ് എ ജനറൽ റീഡിങ്. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാരണം നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു ഫേവറിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഇതാണ് പ്രണയം എന്ന ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വളരെ തെറ്റാണ്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പോസിറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, നിങ്ങൾ എന്തൊക്കെ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ തെറ്റില്ലെങ്കിലും എന്ത് തെറ്റ് കണ്ടുപിടിക്കാം, എങ്ങനെ ഈ ഒരു ഈ റിലേഷൻഷിപ്പ് എനർജീനെ ഇംബാലൻസ്ഡ് ആക്കാം എന്ന രീതിയിലാണ് ഇതിനകത്ത് നോക്കുന്നത്. അതുപോലെ മേ ബി നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ഈ ഒരു പേഴ്സൺ കാരണം വലിയൊരു കാർമിക് ഹിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മനപ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്, ബുദ്ധിമുട്ടിലാണെന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ പ്രണയമാണ് ഇത് എന്ന് വിചാരിച്ച് മുന്നോട്ടേക്ക് നീങ്ങും. ബട്ട് ഓരോ ദിവസം തോറും നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു, ചീത്തപ്പേര്, മോശമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുക, ഇതിനെല്ലാത്തിനും ഒക്കെ റീസൺ നിങ്ങളുടെ പേഴ്സണാണ്. അല്ലെങ്കിൽ നിങ്ങൾ കരിയറിൽ നല്ല രീതിയിലാകാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി പോവുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റിൽ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു കരിയർ തന്നെ നിങ്ങൾക്ക് വളരെ മുൻപ് എപ്പോഴൊക്കെയോ നമ്മളെ നല്ല രീതിയിൽ സെർവ് ചെയ്തിരുന്ന നമ്മുടെ ഇമോഷൻസ് പോലും ഇപ്പോൾ നമുക്ക് എഗൻസ്റ്റ് ആണ്. നമുക്കൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഒരു പിരിമുറുക്കം, ഒരു ആൻസൈറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷെ ആരൊക്കെയോ നമ്മൾ മനഃപൂർവ്വം പിടിച്ച് തള്ളിയിട്ട പോലത്തെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. പ്ലീസ് ഗൈസ്, ഈ ഒരു എനർജിയിൽ ഒരിക്കലും പോകരുത്. നിങ്ങൾ ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹീൽ ചെയ്യുക. ഈ ഒരു എനർജി നിങ്ങൾക്ക് നല്ലതല്ല, ബിക്കോസ് ഇങ്ങനെയുള്ള എനർജി ആൻഡ് എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങളുടെ പേഴ്സൺ അല്ല, മേ ബി നിങ്ങളുടെ സറൗണ്ടിങ്, നിങ്ങളുടെ ചുറ്റുപാട്, മേ ബി നിങ്ങൾ വിവാഹം കഴിഞ്ഞ ആളാണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാർ മേ ബി അങ്ങനത്തെ, കാരണം ചുറ്റുപാടിൽ ഇങ്ങനത്തെ ഇമോഷൻ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. വാട്ട് എവർ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുന്നു, അത് വളരെയധികം സ്ട്രെസ്സും ആൻസൈറ്റിയും നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ വലിയ തോതിൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് കിട്ടുന്നില്ല. നിങ്ങളുടെ പേഴ്സണും ഇതിനകത്ത് നിന്ന് ഗ്രോത്ത് ഉണ്ടാവുമെന്ന രീതിയിൽ പലപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ അവർ വളരെയധികം ഐ തിങ്ക് മാനിപ്പുലേറ്റഡ് എനർജിയിലാണ് ഇരിക്കുന്നത്. മേ ബി മദർ കൈൻഡ് ഓഫ് എനർജി, കാരണം എംപ്രസ് കാർഡ്, സോ മദർ കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ സിബ്ലിങ്സ്, അങ്ങനെയുള്ള എനർജി നിങ്ങളെ വളരെ രീതിയിൽ കരയിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഒത്തിരി കരയാറുണ്ട്, അല്ലെങ്കിൽ ഈവൻ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മോസ്റ്റ് വേസ്റ്റ് ടൈം എന്ന് പറയുന്നത് പലപ്പോഴും രാത്രിയാണ്, അല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാനേ സാധിക്കാത്ത ഒരു കൈൻഡ് ഓഫ് ഇമോഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നാണ് കാണുന്നത്. ആൻഡ് വാട്ട് എവർ ഈ ഒരു കണക്ഷനിൽ ഇത് നിങ്ങൾക്ക് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഈ ഒരു കണക്ഷൻ കാർമിക് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഇടയിൽ ഈ ഒരു ടൈം പീരീഡിൽ ഈ ഒരു കണക്ഷൻ കാർമിക് ആണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഈ കണക്ഷൻ ഉണ്ടാക്കിയേക്കാം. നിങ്ങളുടേതായിട്ടുള്ള ഡേ ടു ഡേ ലൈഫിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ആൻഡ് ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഓൾറെഡി എന്നെ കേൾക്കുന്ന നിങ്ങളെ ഈ കണക്ഷൻ ഓൾറെഡി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു, നശിപ്പിച്ച് കഴിഞ്ഞു. ആൻഡ് എനിക്ക് മനസ്സിലാവുന്ന ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത്, നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. നിങ്ങളുടെ നെഗറ്റീവ് ട്രൈറ്റ്സ്, നിങ്ങളുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങളെയൊക്കെ ഈ പേഴ്സൺ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ ചുറ്റും വരുന്ന ആരോ നിങ്ങളുടെ നെഗറ്റീവ് ട്രൈറ്റ്സ്, നിങ്ങളുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒത്തുപോവുകയില്ല എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കാര്യങ്ങളെ വലിയ തോതിൽ ഈ ഒരു പേഴ്സൺ ഒരു ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ ഒരു അനാലിസിസിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റ് വ്യക്തികൾ, ഇത്രയും ആൾക്കാർ, അല്ലെങ്കിൽ തനിക്ക് വളരെയധികം ഫേവർ ആയിട്ടുള്ള ഈ ഒരു പേഴ്സൺ എനിക്ക് വേണ്ടി നന്മയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുന്നത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, ഹൂഎവർ ആരാണോ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നെഗറ്റീവാണ്. ആൻഡ് ഈ ഒരു
പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി എനർജിയാണ്. ആൻഡ് ഈ ഒരു പേഴ്സൺ എത്രത്തോളം ഈ ഒരു കണക്ഷനിൽ ഇൻവോൾവ് ആയിരിക്കും അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ, ഈ ഒരു പെർട്ടിക്കുലർ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ബിക്കോസ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഹെവി മാനിപ്പുലേറ്റീവ് എനർജി, റിലേഷൻഷിപ്പ് ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ തേർഡ് പാർട്ടി. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള ചിന്ത തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ദർ ഇസ് എ തേർഡ് പാർട്ടി. എന്താണെങ്കിലും ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേറ്റീവ് എനർജിയാണ്. ലോജിക്കലി മാത്രമാണ് ഈ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യുന്നത്. ഈ പേഴ്സൻ്റെ ഇമോഷൻസിനെയൊക്കെ എടുത്ത് ഒരു സൈഡിൽ വെച്ചിട്ട് ലോജിക്കലി തിങ്ക് ചെയ്യാം. എനിക്ക് ഗുണം ഉണ്ടാവുമെങ്കിൽ മാത്രം ഞാൻ ഇതിലേക്ക് പോകാം, ഇല്ലെങ്കിൽ പോയേക്കാം. അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സണ് ഗുണമുണ്ടോ ഇല്ലയോ നോക്കി തന്നെയാണ് ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ആൻഡ് അവർക്ക് എപ്പോഴും നമ്മൾ അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ ഭാഗത്ത് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും ദിസ് ഇസ് എ റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി. അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അതിനകത്ത് നിൽക്കത്തില്ല, എപ്പോഴും നിനക്ക് മാത്രം തരണം, അല്ലെങ്കിൽ എന്താണ് നിന്റെ ഇഷ്ടങ്ങൾ മാത്രം ഞാൻ എപ്പോഴും നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ എന്നൊരു ചിന്താഗതി ആയിരിക്കും അവർക്ക്. പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ നോക്കി നടത്തുന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ മനസ്സറിയാനോ നിങ്ങൾക്ക് വേണ്ടി ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ ശ്രമിക്കാത്തത് കൊണ്ട് ഈ പേഴ്സൺ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്റ്റേബിൾ ആയിരുന്നിരിക്കും. ബട്ട് ഈ പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റേബിൾ ആണ്. ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സൺ വളരെയധികം ഇമ്മച്വർ ആയിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരിക്കലും ഞാൻ ഇമ്മച്വർ ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഡെസിഷൻസ് തെറ്റാണെന്നോ ഒരിക്കലും ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈവൻ ഈ ഒരു പേഴ്സൺ എടുക്കുന്ന കൈൻഡ് ഓഫ് ഡെസിഷൻ വളരെ തെറ്റാണെങ്കിലും, തെറ്റ് ഇമ്പാക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയാലും ഈ ഒരു പേഴ്സൺ കാരണമാണ് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പേഴ്സൺ ഒരിക്കലും സമ്മതിച്ചു തരില്ല. ആൻഡ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ, ഒരു കൈൻഡ് ഓഫ് ഭയങ്കര ഫാസ്റ്റ് എനർജിയാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ ഫാസ്റ്റ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് ഡെസിഷൻ എടുത്തേക്കാം, പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം, ഇനി നമുക്ക് വേണ്ട, പെട്ടെന്നുള്ള ബ്ലോക്കിംഗ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര കഠിനമായിട്ടുള്ള നെഗറ്റീവ് വേർഡ്സ് നമ്മളടുത്ത് പറയുക. അത് നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം വേദനാജനകമായിരിക്കും. കാരണം രാത്രി കാലങ്ങളിൽ ഈ കരയുന്ന സിറ്റുവേഷൻ മേ ബി നിങ്ങൾക്കറിയാം, നിങ്ങൾ മെൻ്റലി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇമോഷനിലായിരിക്കും കാണുന്നത്. ബട്ട് ഈ ഒരു പേഴ്സൺ എപ്പോഴും ഒരു വിക്ടിം കാർഡ് കളിക്കുന്നുണ്ടാവും. എനിക്കാണ് എല്ലാം പറ്റുന്നത്, ഞാനാണ് സഫർ ചെയ്യേണ്ടത് എന്നുള്ള വിക്ടിം കാർഡ് കളിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ വാട്ട് ട്രൂലി ഹേർട്ട് അസ്, ഈ ഒരു പേഴ്സൻ്റെ പെരുമാറ്റം, ഈ ഒരു പേഴ്സൺ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇതാണ് ട്രൂലി ഹേർട്ട് ചെയ്യുന്നത്. ബട്ട് ആ പേഴ്സൺ പറയുന്നത് നിങ്ങളാണ് എല്ലാത്തിനും കാരണം, ബിക്കോസ് ഓഫ് യു എനിക്കത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ കൈൻഡ് ഓഫ് രീതിയിലുള്ള തോട്ട്സ്, അതായത് വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്നൊരു എനർജി, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ മാത്രമേ സ്നേഹിക്കുന്നുണ്ടാവും, ബാക്കി എല്ലാവരും ഈ ഒരു പേഴ്സണെ നെഗറ്റിവിറ്റി ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ദിസ് പേഴ്സൺ ഇസ് നോട്ട് ഗുഡ് ഫോർ യു എന്ന അഭിപ്രായത്തിലായിരിക്കാം ചുറ്റുമുള്ള എല്ലാവരും ഉണ്ടായിരിക്കുക. പക്ഷെ നിങ്ങളുടെ മാത്രം കണ്ണിൽ ആരോ പർദ്ദ ഇട്ടതുപോലത്തെ കൈൻഡ് ഓഫ് ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് കാണുന്നത്. ബിക്കോസ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കില്ല. ഈവൻ നിങ്ങളൊരു ഡയറക്റ്റ് സെഷൻ എടുത്തിട്ടുണ്ടാവും, അതിനകത്ത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ബട്ട് നിങ്ങൾക്ക് ആ ഒരു കർമ്മയുണ്ട്. സോ നിങ്ങളത് അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. സോ നിങ്ങൾ അത് അനുഭവിക്കുന്നു. കണ്ടോ, സോറോ, നഷ്ടം, ലോസ്, ഐസൊലേഷൻ, തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്, ബിട്രേഡ്, നെഗറ്റീവ്. എനിക്ക് ഇതൊരു പോസിറ്റീവ് കണക്ഷനായിട്ട് തോന്നുന്നില്ല. ലോസ്, 5 of Cups. അതായത് ഈ ഒരു പേഴ്സണെ ജീവിതത്തിൽ തനിക്ക് എന്താ വേണ്ടത് എന്ന് അയാൾക്ക് അറിയത്തില്ല. ഒന്നിനെ പിടിക്കുമ്പോൾ ഒന്ന് നഷ്ടം, ഒന്നിനെ പിടിക്കുമ്പോൾ ഒന്ന് നഷ്ടം. ഈ എല്ലാ ഇമോഷൻസിനും കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ അറിയില്ല. മോറോവർ എനിക്ക് മനസ്സിലാവുന്നത് ഫാമിലിയും നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മേ ബി എക്സും നിങ്ങളും തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ആരെ പിടിക്കണമെന്ന് ഈ ഒരു പേഴ്സൺ അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് കയറി അപ്പുറത്തേക്ക് എത്തിയാൽ ഇത് പീസ്ഫുൾ ലൈഫ് ആകുമെങ്കിലും ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. ഇമോഷണലി ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ചിന്തിക്കാൻ താല്പര്യപ്പെടാത്തൊരു എനർജിയിൽ കാണുന്നുണ്ട്. ആൻഡ് മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനങ്ങളൊന്നും ഈ ഒരു പേഴ്സണ് ഫ്യൂച്ചറിൽ നടത്തി തരാൻ സാധിക്കാത്തൊരു എനർജിയിലേക്ക് എനിക്ക് കാണുന്നുണ്ട്. ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ആൻഡ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പേഴ്സണെ വേറെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. വേറെ ആരോ പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നൊരു പാവയാണ് ഹി ഓർ ഷീ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ വെറും ഒരു പാവയാണ്, മറ്റൊരു വ്യക്തിയുടെ ഡിസിഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതേ ഉള്ളൂ. അല്ലാതെ അയാളുടെ
മേ ബി ലോജിക്കലി തിങ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അയാളുടെ തല കൊണ്ട് അയാൾ ചിന്തിക്കുന്നില്ല, മറ്റൊരാൾ പറഞ്ഞു തരുന്നതിനെ അനാലിസൈസ് ചെയ്ത് നമ്മളിലേക്ക് ആക്ഷനായിട്ട് മാറ്റുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വരുന്നെങ്കിൽ പോലും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ വീഴ്ത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്നൊരു നെഗറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആവാൻ മനഃപൂർവ്വം കാരണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കോഷ്യസ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിസ്സാരം ഒരു പ്രശ്നമായിരിക്കാം, അത് ഇന്നത് നീ ചെയ്തത് കൊണ്ട് എനിക്ക് നിന്നെ വേണ്ട എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോകുന്ന എനർജി. അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈവൻ കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ പോലും ഈ ഒരു പേഴ്സൺ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന വൈബ്രേഷനിലൊന്നും എനിക്ക് തോന്നുന്നു നിങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷനിലേക്ക് എത്തുന്നില്ല. ഒന്നുകിൽ ഈ ഒരു പേഴ്സണിനെ അടിച്ചു താഴ്ത്തുന്ന രീതിയിലായിരിക്കും സംസാരങ്ങൾ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, അത് മേ ബി കുറച്ചും കൂടി സുതാര്യമായിരുന്നു എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് വന്നു, അല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ പല നെഗറ്റീവ്സും സംഭവിച്ചിട്ടുണ്ട് ബിക്കോസ് ഓഫ് യു എന്ന്. അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ഈ ഒരു പേഴ്സൻ്റെ തോട്ട് അനുസരിച്ച് ബിക്കോസ് ഓഫ് യു ഇതൊക്കെ നടന്നു എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ ഭയങ്കര ഒരു ടഫ് കോമ്പറ്റീറ്ററാണ് എന്ന് കാണുന്നുണ്ട്. മേ ബി ഫിനാൻഷ്യലി നിങ്ങൾ ഈ ഒരു പേഴ്സണോട് അടിച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കരിയർ വൈസും നിങ്ങൾ മേ ബി സെയിം പ്രൊഫഷൻ ആണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എപ്പോഴും കോമ്പറ്റീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മോർ ഓവർ നിങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നത് ബിക്കോസ് ഓഫ് സച്ച് എ ഈഗോയിസ്റ്റിക് പേഴ്സൺ. അതായത് നമ്മളൊരു ലവ് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പേഴ്സൺ നല്ലതായിരിക്കണം എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ എപ്പോഴും അവരെക്കാൾ താഴെ ആയിരിക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ അവരെക്കാൾ മുകളിൽ, അല്ലെങ്കിൽ മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അവരെക്കാൾ മുകളിൽ പോകുന്നു എന്ന് തോന്നുമ്പോഴായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാവുക. ബിക്കോസ് അവരെപ്പോഴും മുകളിൽ ഇരിക്കണം, അവരെപ്പോഴും അതോറിറ്റി ആയിരിക്കണം, അവരെപ്പോഴും മുകളിലത്തെ നിലയിൽ നമ്മളെപ്പോഴും അവരെ അനുസരിച്ച് നിൽക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഇവർക്കുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും അവർ പറയുന്നതിൽ നമ്മൾ അനുസരിക്കുന്നില്ല, നമ്മൾ അതിനകത്ത് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡും നമ്മുടേതായിട്ടുള്ളൊരു ന്യായവും നമ്മുടേതായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റും കൊണ്ടുവരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ആൻഡ് അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ നമ്മുടെ ലൈഫ് നമ്മൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, നമ്മൾ അവർക്ക് വേണ്ടി മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഒരു തോട്ടിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ആൻഡ് മെയിൻലി ഈ ഒരു തോട്ട് വരാൻ കാരണം കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി മാനിപ്പുലേറ്റീവ് എനർജി. അതെങ്ങനെ ഇത്രയും കാലം ജീവിച്ച് നമ്മൾ അവർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ മാറുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മളെന്ന് പറയുന്നത് ഒരു പ്രത്യേക വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്, അല്ലേ? അയാൾ വന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള ഡിസിപ്ലിനിൽ നിന്ന് വളർന്ന ആളല്ലേ നമ്മൾ. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ വീട്ടിൽ ഒന്നായിരിക്കും, നമ്മുടെ വീട്ടിൽ വേറെ ഒന്നായിരിക്കും. അപ്പോൾ നമ്മളെ അവർ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ ഇതിനകത്ത് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങൾ ഒരു ഡിവോഴ്സിന്റെ വക്കിൽ എത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇനി ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാമെന്നുള്ളൊരു ധാരണയിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം. എത്തിയിട്ടില്ലെങ്കിൽ ഇത് ടോക്സിക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലീവ് ചെയ്യുക. ബിക്കോസ് നിങ്ങളൊരു ടോക്സിക് കണക്ഷനിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒത്തിരി ഡിലേ ആകും. ഓക്കെ, സോ ഈ ഫസ്റ്റ് റോയിൽ തന്നെ നമുക്ക് കണ്ടതുപോലെ എല്ലാ നെഗറ്റീവ് ഇമോഷൻസ് ആണ് കാണുന്നത്. സോ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നത് തികച്ചും നിങ്ങളുടേതായിട്ടുള്ള താല്പര്യമാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ബട്ട് ഇൻ എ നെഗറ്റീവ് വേ. ഓക്കെ, ഈ ഒരു പേഴ്സൺ അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ ഒരു പേഴ്സണ് ഈസി തന്നെയാണ്. സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, സ്നേഹമുണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ കാർമിക് സോൾമേറ്റ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ മാനിപ്പുലേറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സോൾമേറ്റ് എനർജി ഒരു കാർമിക് സ്പേസിലാണ് നിൽക്കുന്നത്. മേ ബി ഇത് നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ബട്ട് ഇതിനകത്തൊരു ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈവൻ ഈ ഒരു പേഴ്സൻ്റെ ഇമോഷനിൽ നിങ്ങൾ ലോസ് ആയാലും കുഴപ്പമില്ല എന്ന കൈൻഡ് ഓഫ് അപ്രോച്ചിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ഹെഡ് ചെയ്യാനോ വേറൊരു മാരേജിലേക്ക് പോകാനോ താല്പര്യപ്പെടുന്നുണ്ട്. കണ്ടോ, സ്വപ്നങ്ങൾ കൈൻഡ് ഓഫ്
ഇല്യൂഷനിൽ ജീവിക്കുന്ന ഒരാളാണ്. സോ നിങ്ങളുടെ അടുത്ത് റീസെൻ്റ്ലി ഒരു ഡിവോഴ്സ് വേണമെന്ന് ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വേണമെന്ന് ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ കളഞ്ഞിട്ട് പോകേണ്ടവർ നമ്മളെ കളഞ്ഞിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെയും സ്റ്റിക്ക് അപ്പോൺ ചെയ്താൽ അത് നമുക്കേ ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ. സോ ഈ ഒരു കണക്ഷനിൽ നിൽക്കുന്നത് ബുദ്ധിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്റ്റിൽ നിങ്ങൾക്ക് നിൽക്കണം. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് നിങ്ങൾ മാരീഡ് ആയി പോയത് കൊണ്ട് ഇതിനകത്ത് നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ബട്ട് ഡിറ്റാച്ച് ആയാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു കണക്ഷനിൽ നിന്നാൽ വെറുതെ നിങ്ങളുടെ ഈ ഒരു ലൈഫ് നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു പേഴ്സൺ എത്ര കൊടുത്താലും പിന്നെയും പിന്നെയും വേണം എന്നുള്ള അപ്രോച്ചിലാണ് നിൽക്കുന്നത്. ശരിയാണ്, നിങ്ങളോട് താല്പര്യം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മെയിൻലി എനിക്കിതൊരു സജറ്റേറിയസ്, ഒരു സ്കോർപ്പിയോൺ എനർജി, ഒരു അക്വാരിയസ് എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ലിയോ എനർജി. മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ പൂരാടം കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ വിശാഖം, മൂലം, ഓർ എനിക്ക് തോന്നുന്നു മകം, ഈ കൈൻഡ് ഓഫ് നാളുകളിലായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ കാർത്തിക, ഓക്കെ, ഈ കൈൻഡ് ഓഫ് നാളുകളിലായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു എനർജിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. സോ ഡിറ്റാച്ച് ആവുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് ഇതിനകത്ത് ഡയറക്റ്റ് മെസ്സേജ് എടുക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഒരു പേഴ്സൻ്റെ ഇമോഷനിൽ നോക്കാം. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഇനിയും അർജു വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ലെറ്റ് മീ ക്യാരി യുവർ ബർഡൻ. യെസ്, ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് മേ ബി കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്ന ഒന്നായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഇസ് കില്ലിങ് മീ. നിങ്ങളുടെ ഇടയിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, നിങ്ങൾ തമ്മിൽ ഇമോഷണലി ഒത്തിരി അടുത്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ദൂരത്താണ്, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് മറ്റു വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങൾ വേർപെട്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ കാണുന്നുണ്ട്. ഐ ട്രൈ ടു ചേഞ്ച്, ഞാൻ മാറാൻ ശ്രമിച്ചു, പക്ഷെ ഈ ഒരു പേഴ്സണെ കൊണ്ട് മാറാൻ സാധിക്കില്ല. ഓക്കെ, ഈ ഒരു പേഴ്സണെ കൊണ്ട് ഒരിക്കലും മാറാൻ സാധിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ബട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങളിവിടെ വലിയ കാര്യത്തിൽ അങ്ങോട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഐ ആം സ്കേർഡ് ഓഫ് ലൂസിങ് യു. ഇതൊക്കെ വെറുതെയാണ്. ലൂസ് ചെയ്യാൻ സ്കേർഡാണ്, പേടിയുണ്ട് എങ്കിൽ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണ്ടേ? മറ്റുള്ളവരുടെ വാക്കും കേട്ട് വീട്ടിലിരുന്നിട്ട് നമ്മൾ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഐ മീൻ സോ മച്ച് പെയിൻ, ക്യാൻ യു ഫീൽ ഇറ്റ്? ഓക്കെ, ഈ ഒരു പേഴ്സൺ വളരെയധികം പെയിനിലാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു പേഴ്സൺ പെയിനിലാണെന്ന് തോന്നുന്നില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് മേ ബി ഈ ഒരു പേഴ്സൺ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, വിൽ യു റിപ്ലൈ ഇഫ് ഐ ടെക്സ്റ്റ് യു? ഞാൻ മെസ്സേജ് അയച്ചാൽ നീ റിപ്ലൈ ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ റിപ്ലൈ ചെയ്യരുത്. ഈ ഒരു പേഴ്സൺ മോർ ഓവർ തൻ്റേതായിട്ടുള്ള ഗുണങ്ങൾക്കും തൻ്റേതായിട്ടുള്ള പാഷനും തൻ്റെ നേട്ടങ്ങൾക്കുമാണ് നിൽക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന മറ്റുള്ളവർ പറയുന്ന ഇതിനൊത്ത് തുള്ളുന്ന ഒരു പപ്പറ്റ് അല്ലെങ്കിൽ ഒരു പാവയായിട്ടാണ് എനിക്ക് പലപ്പോഴും കാണുന്നത്. സ്വന്തമായൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ ഈ ഒരു പേഴ്സൺ എടുക്കാൻ സാധ്യത കുറവാണ്. സ്വന്തമായൊരു അഭിപ്രായമില്ലാത്ത വ്യക്തിയുടെ കൂടെ നിന്നാൽ മറ്റുള്ളവരോട് എപ്പോഴും നിങ്ങൾക്ക് പോയ അനുവാദങ്ങൾ ചോദിക്കേണ്ടി വരും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളെയാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും കൺസിഡർ. ശരിയാണ്, അവർക്ക് വേറെ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കും, മദർ ഉണ്ടായിരിക്കും, ഫാദർ ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ അവർ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ അടുത്ത് കാണിച്ചാൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ, അല്ലെങ്കിൽ കാര്യഗൗരവം എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് സോണിലുള്ള ആളുടെ അടുത്ത് പോകുന്നതായിരിക്കും ബുദ്ധി. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമുക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. സോ ഈവൻ നിങ്ങളൊരു മാരേജിലാണ്, അതിനകത്ത് സ്റ്റക്കാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണ് സ്റ്റക്കാണ്, നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഗുണം കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ അതിനകത്ത് ഡിറ്റാച്ച് ആവുക. ബിക്കോസ് നിങ്ങളുടെ യാങ് എനർജി ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു പാർട്ട്ണറിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യം ഇല്ല. ആൻഡ് ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പാർട്ട്ണർ സപ്പോർട്ട് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തൊരു കാർമിക് സൈക്കിളാണ്, അത് നീട്ടിക്കൊണ്ട് പോകണോ എൻഡ് ചെയ്യണോ എന്നത് നിങ്ങളുടേതായിട്ടുള്ള താല്പര്യമാണ്. സോ നിങ്ങളുടെ ലൈഫിനോട് നിങ്ങൾ പാഷനേറ്റ് ആയിട്ടിരിക്കുക. കാരണം ഈ ഒരു പേഴ്സൻ്റെ പ്രസൻ്റ്ലി ഇമോഷണൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ദറ്റ്സ് കൈൻഡ് ഓഫ് ഹെവി എനർജി. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയും ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ അടുത്ത്. ബട്ട് സ്റ്റിൽ ഈ ഒരു സൈക്കിൾ ചുറ്റും പിന്നെയും ഈ ഒരു സൈക്കിൾ ചുറ്റുമെന്നല്ലാതെ ഇതിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ബട്ട് നിങ്ങളിൽ നിന്ന് ഒത്തിരി ബെനിഫിറ്റ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടേതായ
ആയിട്ടുള്ള വൈബ്രേഷൻ, നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സോണിലാണ് ചിന്തിക്കുന്നത്. ഹോപ്പ് ഇറ്റ്സ് റെസൊണേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ലെങ്കിൽ കഷ്ടപ്പെട്ടതിനകത്ത് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കണ്ട. ഇത് ഒരു ജനറലൈസ്ഡ് റീഡിംഗ്, സോ അങ്ങനെ തന്നെ കാണുക. ആൻഡ് ഇവനെ നിങ്ങൾക്ക് മാച്ച് ആയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ഫർദർമോ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ.